ഫലപ്രദമായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് CPM ക്രിമിനൽ അർജുൻ ആയങ്കി നേരിട്ടെന്ന് ഉറപ്പിച്ച പോലീസ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഒളിസ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല. കൂടുതൽ സൈബർ വിദഗ്ധരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതായും സംശയമുണ്ട്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. ആർ രാജീവ്, പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് അർജുൻ ആയങ്കിയുണ്ട്, കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ്. പക്ഷേ ഈ അർജുൻ ആയങ്കി എന്ന CPM ഗുണ്ടയുടെ ശിക്കാരി ശംഭുകളായി ചില പോലീസുകാർ പ്രവർത്തിക്കുന്നതും അതിനേക്കാൾ അപമാനകരമാണ്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഇങ്ങനെ ഇഴയാനുള്ള കാരണം? എങ്ങനെയാണ് അർജുൻ ആയങ്കി തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? രാജീവ്, അശ്വതി, അല്പസമയം മുമ്പാണ് അർജുൻ ആയങ്കിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ദക്ഷിണ മേഖല IG സ്പർജൻകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിലാണ് ഇത്തരമൊരു വിലയിരുത്തൽ ഉണ്ടായത്. അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അർജുൻ ആയങ്കി വെല്ലുവിളികൾ നടത്തുന്നത്. ഈ സമൂഹ മാധ്യമം ഉപയോഗിക്കുന്നത് മറ്റാരെങ്കിലും ആണ് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വരുന്നു, വെല്ലുവിളികൾ വരുന്നു. ഇത് ഉപയോഗിക്കുന്നത് മറ്റാരെങ്കിലും ആകാം. അർജുൻ ആയങ്കി ഒളിവിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ ആയങ്കി തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് എന്നാണ്. അതായത് അർജുൻ ആയങ്കി തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. ആധുനിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒളിസ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന്റെ സഞ്ചാരപഥം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. CPM ക്രിമിനലായ അർജുൻ ആയങ്കി നേരത്തെയും പോലീസിനെ സമാനമായ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്നൊക്കെ കൃത്യമായ സംരക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും അർജുൻ ആയങ്കിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നു എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും പോലീസ് അർജുൻ ആയങ്കി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്കും അർജുൻ ആയങ്കി അവിടെ നിന്ന് കടന്നു കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായിരുന്നു, തുടർന്ന് മലപ്പുറം ഇടപ്പാളിലേക്ക് എത്തുന്നു. ഈ രീതിയിൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന സംശയം നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് CPM വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ് അർജുൻ ആയങ്കി. CPM ക്രിമിനലായ അർജുൻ ആയങ്കി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകുകയും കൊടിസിനിയും കിർമാണി മനോജും ഉൾപ്പെടെയുള്ളവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. സ്വന്തം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെടെ പ്രതിയായ അർജുൻ ആയങ്കിക്ക് ആ സമയത്ത് എല്ലാ സഹായവും സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ചിരുന്നു. ആ സഹായങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ആ വഴിക്ക് കൂടി നീക്കം നടത്തുന്നത്. ഏതായാലും അർജുൻ ആയങ്കിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സൈബർ രംഗത്തെ കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. അശ്വതി, തീർച്ചയായും രാജീവ്, വിവരങ്ങൾ വ്യക്തമാണ്. അർജുൻ ആയങ്കി എവിടെ? മണിക്കൂറുകൾ എത്ര പിന്നിട്ടു? എത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടു? എന്തുകൊണ്ടാണ് പോലീസിന് അർജുൻ ആയങ്കിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തത്? ഉത്തരം വ്യക്തമാണ്. പിണറായി സർക്കാർ എങ്ങനെയാണോ അർജുൻ ആയങ്കിയെ പോറ്റി വളർത്തിയത്, അതുപോലെ എല്ലാ സഹായവും നൽകിക്കൊണ്ട് ചെന്നിത്തലയുടെ പോലീസും ഈ അർജുൻ ആയങ്കിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, പോറ്റുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നിർണായക യോഗമൊക്കെ ചേർന്നു. യോഗത്തിന് ശേഷവും അർജുൻ ആയങ്കിയെ എങ്ങനെ പിടികൂടും